കൂടലിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ടോബി ജോൺസൺ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നു. ടോബി, 4 മൃതദേഹങ്ങളും പള്ളിയിലേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യമാണോ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്? SKN പൊതുദർശനത്തിന് വേണ്ടി പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ, ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നു. മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മരിച്ച മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ, അതുപോലെ ഭാര്യ അനു ബിജു, അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരുടെ മൃതദേഹമാണ്. നിങ്ങൾക്കറിയാം, വാഹനാപകടത്തിലാണ് ഇവർ മരിച്ചത്. ഹണിമൂണിന് മലേഷ്യയിൽ പോയി വരികയായിരുന്ന മകനെയും മരുമകളെയും കൂട്ടി വരുമ്പോൾ വാഹനാപകടം ഉണ്ടായി. ടോബി ജോൺസൺ, വിവരങ്ങൾ പറയൂ. ജോൺസണാണ് നമുക്കൊപ്പം ചേരുന്നത്. അതുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നടക്കുന്ന ദൃശ്യം പ്രേക്ഷകർ കാണുന്നില്ല. പൂങ്കാവ് സെൻറ്റ് മേരീസ് കാത്തോലിക്ക പള്ളി ഹാളിലേക്ക് ഈ 4 മൃതദേഹങ്ങളും പൊതുദർശനത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മൃതദേഹങ്ങൾ ആംബുലൻസിൽ കൊണ്ടുവന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ 4 പേരും വാഹനാപകടത്തിലാണ് മരിച്ചത്. കൂടലെന്ന ഗ്രാമത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിക്കൊണ്ട് മുറിഞ്ഞകലിൽ നിന്ന് ഈ വാഹനാപകടത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മുടെ പിന്നാലെ ചേക്കേറുന്ന ഈ വേളയിൽ ഈ 4 മൃതദേഹങ്ങളും പള്ളിയിലേക്ക് പൊതുദർശനത്തിനായി എടുക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ സങ്കടകരമായൊരു സാഹചര്യമാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പൂങ്കാവ് സെന്റ് മേരീസ് പള്ളിയിലാണ് ഈ ശുശ്രൂഷകൾ നടക്കുന്നത്. അതിന് മുന്നോടിയായി 8 മണിയോടുകൂടി തന്നെ, കൃത്യം 8 മണിക്ക് തന്നെ ഇവിടേക്ക് ഈ മൃതശരീരങ്ങൾ എത്തിച്ചു. ഇവിടെ പൊതുദർശനമുണ്ട്. ആ പൊതുദർശനം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നമുക്കറിയാവുന്നതുപോലെ ആ 4 പേർ 2 കുടുംബത്തിലായിരുന്നുവെങ്കിൽ അവരെല്ലാം ഒരു കുടുംബമായി മാറിയ ദിവസമായിരുന്നു കഴിഞ്ഞ നവംബർ 30 എന്ന് പറയുന്നത്. ആ വിവാഹത്തോടുകൂടി ഈ 2 കുടുംബങ്ങളും ഒന്നായി. വലിയ സന്തോഷത്തിലായിരുന്നു. അവർക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങൾ പൂങ്കാവ് സെൻറ്റ് മേരീസ് കാത്തോലിക്ക പള്ളി ഹാളിൽ അല്പസമയത്തിനും പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ 4 മൃതദേഹങ്ങളും എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 30-ാം തീയതിയാണ് ആ 2 വീട്ടുകാരും ഒന്നിച്ച വിവാഹം നടന്നത്. അതിനുശേഷം മലേഷ്യയിലേക്ക് പോയ മകനെയും മരുമകളെയും കൂട്ടാൻ പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് സംശയം. എന്തായാലും ഈ കൂടൽ ഗ്രാമം മുഴുവൻ ദുഃഖത്തിൻ്റെ നിഴലിലാണ്.